ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊമേഴ്സ് ഗൈഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കൊമേഴ്സിലെ ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്ററിന് എക്സാമിന് മാത്രമായിട്ട് വരുന്ന പോർഷൻസാണ് ഇവിടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററാണ് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. എന്താണ് ബിസിനസ് എന്നാണ് ഫസ്റ്റ്. Business refers to an occupation in which people regularly engage in activities related to purchase or production and sale of goods and services with a view to earning profit. ബിസിനസ് എന്ന് പറഞ്ഞാൽ ലാഭം ലക്ഷ്യമാക്കി ഉപഭോക്തൃ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റിനെ വിൽക്കുകയോ വാങ്ങുകയോ ശേഖരിക്കുകയോ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബിസിനസ്. നെക്സ്റ്റ് വൺ ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബിസിനസ്. എന്തൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ സവിശേഷതകൾ? ഫസ്റ്റ് വൺ ഈസ് ഇക്കണോമിക് ആക്ടിവിറ്റി. ബിസിനസ് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്, അതായത് ഇൻകം സമ്പാദിക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണ് മെയിനായിട്ട് ബിസിനസ് ആക്ടിവിറ്റിയിൽ വരുന്നത്. അടുത്തതാണ് പ്രൊഡക്ഷൻ ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുക വിൽക്കുക ചെയ്യുന്ന പ്രോസസ്സിന് ആണ് ബിസിനസ് എന്ന് പറയാം. അടുത്തതാണ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതന്നെ ഗുഡ്സിനെ സർവീസിനെ സെയിൽ ചെയ്യുക. ദെൻ കണ്ടിന്യൂറ്റി ഇൻ ഡീലിങ്സ്, അതായത് ബിസിനസ് എപ്പോഴും ഒരു ലോങ് എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം, തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അല്ലാതെ വൺ ഡേ ഒന്നും ചെയ്യേണ്ട പ്രവൃത്തിയല്ല ബിസിനസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രോഫിറ്റ് ഏണിംഗ്. ബിസിനസ്സിൻ്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ് എലമെൻറ്റ് ഓഫ് റിസ്ക്. എല്ലായ്പ്പോഴും നമ്മുടെ റിസ്കിൽ എപ്പോൾ വേണമെങ്കിലും റിസ്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാം. എപ്പോഴും ഏത് ടൈമിൽ വേണമെങ്കിലും റിസ്ക് വരാം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അടുത്തതാണ് അൺസർട്ടൈൻ റിട്ടേൺ. റിട്ടേൺ മീൻസ് പ്രോഫിറ്റ്. എപ്പോഴാണ് നമുക്ക് റിട്ടേൺ കിട്ടാമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. കാരണം റിട്ടേൺ എപ്പോഴും അനിശ്ചിതത്തിലായിരിക്കും. കാരണം റിസ്കിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്തതാണ് ലീഗൽ ആൻഡ് ലോഫുൾ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ലീഗലി ആൻഡ് ലോഫുള്ളി ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒബ്ലിഗേഷൻസും ഒക്കെ പാലിച്ചുകൊണ്ട് വേണം. അതായത് കമ്പനി ആക്ട്സിൻ്റെ റൂളൊക്കെ നോക്കിയിട്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുക. അടുത്തതാണ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അവർക്ക് ക്വാളിറ്റി പ്രൊഡക്ട്സും അതായത് റീസണബിൾ പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സിൻ്റെ മെയിൻ ലക്ഷ്യം. നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. അതായത് ബിസിനസ് ആക്ടിവിറ്റീസ് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഇൻഡസ്ട്രി അഥവാ വ്യവസായം, ഇറ്റ് റെഫേഴ്സ് ടു എക്കണോമിക് ആക്ടിവിറ്റീസ് വിച്ച് ആർ കൺസേൺഡ് വിത്ത് ദ കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ദ യൂസ്ഫുൾ ഗുഡ്സ്. അതായത് ടെക്നീഷ്യൻസിനെയും അതുപോലെ തന്നെ യന്ത്രസാമഗ്രികളുടെയും ഉപയോഗത്തോട് കൂടിയിട്ട് നമ്മളൊരു പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിനെയാണ് വ്യവസായം എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മൾ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൻഡ് ടേർഷ്യറി ഇൻഡസ്ട്രി. ദെൻ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ കൺസേൺഡ് വിത്ത് എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആൻഡ് പ്ലാന്റ്സ്. പ്രൈമറി ഇൻഡസ്ട്രി എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ച്, അതായത് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് നിർമ്മിക്കുക എന്നുള്ളതാണ് പ്രൈമറി ഇൻഡസ്ട്രിയിൽ വരുന്നത്. ഇതിൽ തന്നെ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ആൻഡ് another genetic industries. Extractive industry എന്ന് പറയുകയാണെങ്കിൽ these industries are engaged in the extraction or production of products from soil, water, etc. അതായത് ജലത്തിൽ നിന്നോ മണ്ണിൽ നിന്നോ മനുഷ്യന് ആവശ്യമായ ഉപകാരപ്രദമാകുന്ന വല്ല പ്രൊഡക്ട്സും നിർമ്മിക്കുന്നതിനെയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയാം. എക്സാമ്പിളായിട്ട് ഫിഷിംഗ്, മൈനിങ്, ഹണ്ടിങ്, ഫാമിംഗ് എക്സെട്ര. പ്രൈമറി ഇൻഡസ്ട്രിയിലെ അടുത്ത ക്ലാസിഫിക്കേഷനാണ് ജനറ്റിക് ഇൻഡസ്ട്രീസ്. ജനറ്റിക് ഇൻഡസ്ട്രീസ്, ദീസ് ഇൻഡസ്ട്രീസ് ആർ എൻഗേജ്ഡ് ഇൻ പ്രൊഡ്യൂസിങ്, ബ്രീഡിംഗ് ഓർ മൾട്ടിപ്ലൈയിങ് ഓഫ് സർട്ടൈൻ സ്പീഷീസ് ഓഫ് ആനിമൽസ് ഓർ പ്ലാന്റ്സ്. അതായത് മൃഗങ്ങളുടെയോ സസ്യങ്ങളുടെയോ പരിപാലനവും പ്രജനനവുമാണ് ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് കോഴി വളർത്തൽ, കന്നുകാലി വളർത്തൽ, പൗൾട്രി ഫാമിംഗ് എക്സെട്ര. അടുത്തതാണ് സെക്കൻഡറി ഇൻഡസ്ട്രി. ദീസ് ഇൻഡസ്ട്രീസ് ആർ പ്രോസസ്ഡ് മെറ്റീരിയൽസ് എക്സ്ട്രാക്റ്റഡ് അറ്റ് ദ പ്രൈമറി സ്റ്റേജ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഫോർ ഫൈനൽ കൺസംഷൻ ഓർ ഫോർ ഫർദർ പ്രോസസ്സിംഗ്.
സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പ്രൈമറി ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റിനെ ഒന്നും കൂടി വിപുലീകരിച്ചിട്ട് ഫൈനൽ കൺസപ്ഷൻ ചെയ്യുന്ന ഇൻഡസ്ട്രീന്ന് പറയുന്ന പേരാണ് സെക്കൻഡറി ഇൻഡസ്ട്രി. ഈ സെക്കൻഡറി ഇൻഡസ്ട്രിനെ തന്നെ രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. Manufacturing industry means these are concerned with the conversion of raw materials into finished goods. Example, cotton into textile, timber into furniture, iron ore into steel, etc. അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കുന്ന വ്യവസായത്തെ പറയുന്ന പേരാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. എക്സാമ്പിളായിട്ട് കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റൈൽസ് നിർമ്മിക്കുക, ടിമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഫർണിച്ചർ, ഇരുമ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റീൽ നിർമ്മിക്കുക, ഇതൊക്കെയാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീൻ്റെ എക്സാമ്പിൾസ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ തന്നെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അനാലിറ്റിക്കൽ ഇൻഡസ്ട്രി, അനദർ വൺ ഈസ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, ദെൻ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആൻഡ് ലാസ്റ്റ് വൺ അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷനാണ് അനാലിറ്റിക്കൽ ഇൻഡസ്ട്രി. ദീസ് ഇൻഡസ്ട്രി സെപ്പറേറ്റ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഫ്രം ദ സെയിം മെറ്റീരിയൽ. എക്സാമ്പിൾ ഓയിൽ റിഫൈനറി. ഒരു മെറ്റീരിയൽസിൽ നിന്ന് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന വ്യവസായത്തെ പറയുന്ന പേരാണ് അനാലിറ്റിക്കൽ ഇൻഡസ്ട്രി. എക്സാമ്പിളായിട്ട് എണ്ണ ശുദ്ധീകരണശാല. അടുത്തതാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. ദിസ് ഇൻഡസ്ട്രി കമ്പൈൻസ് വേരിയസ് ഇൻഗ്രീഡിയൻസ് ഇൻടു ഇന്ത്യൻ ന്യൂ പ്രൊഡക്റ്റ്. സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് എലമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനെയാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് സിമെൻറ്റ്. അടുത്തതാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. ഇറ്റ് ഇൻവോൾവ് സക്സസീവ് സ്റ്റേജസ് ഫോർ മാനുഫാക്ചറിങ് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ ഒരു പ്രൊഡക്ട്സ് നിർമ്മിക്കുന്നതിനെയാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറയാം. എക്സാമ്പിളായിട്ട് ഷുഗർ ഫാക്ടറി ആൻഡ് പേപ്പർ മേക്കിങ്ങും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ദെൻ എക്സെട്ര. അടുത്തതാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ദിസ് ഇൻഡസ്ട്രി അസംബിൾസ് ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് ഇൻടു എ ന്യൂ പ്രോഡക്റ്റ്. അതായത് ഒരുപാട് കോമ്പോണൻറ്റ്സ്, അതായത് ഒരുപാട് പ്രൊഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനെയാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയാം. അതായത് മൊബൈൽ ഫോണ്, ഫ്രിഡ്ജ്, TV എക്സെട്ര. സെക്കൻഡറി ഇൻഡസ്ട്രിയിലെ അടുത്ത ക്ലാസിഫിക്കേഷനാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. These industries are engaged in the construction of roads, building dams and bridges etc. അതായത് റോഡ്സ് നിർമ്മിക്കാനും പാലം നിർമ്മിക്കാനും ബിൽഡിംഗ് നിർമ്മിക്കാനും ഉള്ള വ്യവസായത്തിന് പറയുന്ന പേരാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. അടുത്തതാണ് ടെർഷ്യറി ഇൻഡസ്ട്രി. These are concerned with providing support services to primary and secondary industries. അതായത് പ്രൈമറി ഇൻഡസ്ട്രിക്കും സെക്കൻഡറി ഇൻഡസ്ട്രിക്കും സപ്പോർട്ടായിട്ടുള്ള പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സർവീസുകൾ പറയുന്ന പേരാണ്, അത് നൽകുന്ന ഇൻഡസ്ട്രീസിനെ പറയുന്ന പേരാണ് ടെർഷ്യറി ഇൻഡസ്ട്രി. എക്സാമ്പിളായിട്ട് ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർഹൗസിംഗ് എക്സെട്ര. ബിസിനസ്സിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷനാണ് കൊമേഴ്സ്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ commerce is a sum of total of those activities which are engaged in the removal of hindrances of person, place and time in the exchange of commodities. കൊമേഴ്സ് അഥവാ വാണിജ്യം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്ക് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സ്വതന്ത്രമായ ഒഴുക്ക് സാധ്യമാകുന്ന പ്രവർത്തനങ്ങളെയാണ് വാണിജ്യം എന്ന് പറയുന്നത്. കൊമേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രേഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓക്സിലറീസ് ഓർ എയ്ഡ്സ് ടു ട്രേഡ്. Then trade. Trade means buying and selling of goods. It helps the movement of goods from the producers to consumers. Trade removes the hindrance of person. ലാഭപ്രതീക്ഷയോടെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രേഡ്. ട്രേഡിനെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹോം ട്രേഡ് അഥവാ ഇൻറ്റേർണൽ ഓർ ഡൊമസ്റ്റിക് ട്രേഡ്. സെക്കൻഡ് വൺ ഈസ് ഫോറിൻ ട്രേഡ് അഥവാ എക്സ്റ്റേണൽ ഓർ ഇൻ്റർനാഷണൽ ട്രേഡ്. Home trade means home credit is concerned with the buying and selling of goods and services within the geographical boundaries of a country. ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ വെച്ച് തന്നെ വ്യാപാരം നടക്കുന്നതിനെ പറയുന്ന പേരാണ് ഹോം ട്രേഡ്. ഇതിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹോൾസെയിൽ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റീറ്റെയിൽ. Wholesale trade, it involves buying goods from producers in large quantities and selling them to retailers in small quantities.
വോൾട്ടേഴ്സ് അഥവാ ഇത് മൊത്ത കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് അവർ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മൊത്തം ലാർജ് ക്വാണ്ടിറ്റീസിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് അത് റീറ്റെയിലേഴ്സിന് കുറഞ്ഞ അളവിൽ വിൽക്കും. അടുത്തതാണ് റീറ്റെയിൽ ട്രേഡ്. ഇറ്റ് ഇൻവോൾവ്സ് ബൈയിങ് ഗുഡ്സ് ഫ്രം ദി ഹോൾസെയിലേഴ്സ് ആൻഡ് സെല്ലിംഗ് ദം ടു കൺസ്യൂമേഴ്സ് ഇൻ റിലേറ്റീവ്ലി സ്മോൾ ക്വാണ്ടിറ്റീസ്. റീറ്റെയിൽ ട്രേഡ് അഥവാ ചില്ലറ വ്യാപാരികൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹോൾസെയിൽസിൻ്റെ കയ്യിൽ നിന്ന് അവർ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കൺസ്യൂമേഴ്സിന് ആവശ്യപ്രദമായിട്ട് അവർക്ക് ചെറിയ അളവിൽ വിൽക്കുന്നവരെയാണ് നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറയാം. ദെൻ ട്രേഡിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ട്രേഡ് എമംഗ് ഡിഫറെൻറ്റ് നേഷൻസ്. ഫോറിൻ ട്രേഡ് എന്ന് വെച്ചാൽ അതായത് രാജ്യങ്ങൾക്ക് അപ്പുറവും ട്രാൻസാക്ഷൻസ് അഥവാ വ്യാപാരം നടക്കുന്നതിനെയാണ് ഫോറിൻ ട്രേഡ് എന്ന് പറയാം. ഫോറിൻ ട്രേഡ് തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇമ്പോർട്ട് ട്രേഡ് ആൻഡ് എക്സ്പോർട്ട് ട്രേഡ്. ഇമ്പോർട്ട് ട്രേഡ് മീൻസ് ഇഫ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫ്രം എ ഫോറിൻ കൺട്രി ഇറ്റ് ഈസ് കോൾഡ് ഇമ്പോർട്ട് ട്രേഡ്. ഒരു വിദേശ രാജ്യത്തിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറയുക, അതായത് ഇറക്കുമതി. അടുത്തതാണ് എക്സ്പോർട്ട് ട്രേഡ്. ഇഫ് ഗുഡ്സ് ആർ സോൾഡ് ടു ഫോറിൻ കൺട്രീസ് ഇറ്റ് ഈസ് കോൾഡ് എക്സ്പോർട്ട് ട്രേഡ്. അതായത് നമ്മൾ ഉണ്ടാക്കിയ ഗുഡ്സ് നമ്മൾ ഫോറിൻ കൺട്രീസ്ക്ക് വിൽക്കുന്നതിന് പറയുന്ന പേരാണ് എക്സ്പോർട്ട് ട്രേഡ്, അതായത് കയറ്റുമതി. Then last one is entry port trade. When goods are imported from a foreign country to export them to other countries it is called entry port trade. നമ്മുടെ രാജ്യം മറ്റൊരു കൺട്രിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേറൊരു കൺട്രിയിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യുന്നതിനെയാണ് എൻട്രി പോർട്ട് ട്രേഡ് എന്ന് പറയുക. ദെൻ അടുത്തതാണ് ഓക്സിലറേറ്റീവ് ട്രേഡ് ഓർ എയ്ഡ്സ് ടു ട്രേഡ്. ആക്ടിവിറ്റീസ് വിച്ച് ആർ മെന്റ് ഫോർ അസിസ്റ്റിംഗ് ട്രേഡ് ആർ നോൺ ആസ് എയ്ഡ് ടു ട്രേഡ്. അതായത് ട്രേഡിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ സർവീസിനെ പറയുന്ന പേരാണ് എയ്ഡ്സ് ടു ട്രേഡ്. ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, വെയർഹൗസിംഗ്, അഡ്വർടൈസിംഗ് ഇതൊക്കെ ഓക്സിലറി ടു ട്രേഡിൻ്റെ എക്സാമ്പിൾസ് ആണ്. താങ്ക് യു ഫ്രണ്ട്സ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.